നമസ്കാരം. മഴവിൽ മനോരമ ചാനലിലെ പാട്ടിലെ താരം എന്ന സംഗീത പരിപാടിയിലൂടെ ശ്രദ്ധേയയായ പ്രാപ്പോയിലിന്റെ വാനമ്പാടി ഗായിക രേഷ്മ KS ആണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. നമുക്ക് രേഷ്മയുടെ വിശേഷങ്ങൾ അറിയാം. ജന്മസിദ്ധമായ കഴിവും വേറിട്ട ശബ്ദവുമായി സംഗീതാസ്വാദകരുടെ മനസ്സ് കീഴടക്കുകയാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രാപ്പോയിൽ കക്കോട് സ്വദേശിനിയായ ഈ ഗായിക. ടാപ്പിംഗ് തൊഴിലാളിയായ അച്ഛൻ ശശിധരൻ, നെയ്ത്തു ജോലി ചെയ്യുന്ന അമ്മ ഉഷ, സംഗീതരംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന അനുജൻ സുബിൻ ദേവ്, അമ്മമ്മ തങ്കമ്മ എന്നിവരടങ്ങുന്നതാണ് രേഷ്മയുടെ കുടുംബം. 1ാം ക്ലാസ് മുതൽ +2 വരെ പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠനം. BCom പഠനവും കണ്ണൂർ സർവകലാശാല സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിൽ നിന്ന് MA മ്യൂസിക്കും പൂർത്തിയാക്കിയിട്ടുണ്ട്. നന്നായി സംസാരിക്കുന്ന സൗമ്യ പ്രകൃതമുള്ള ഈ ഗായിക ഗാനമേള റെക്കോർഡിംഗ് തിരക്കുകൾക്കിടയിലും സംഗീത വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി ശിക്ഷണം നൽകുന്നുണ്ട്. അപ്പോ നമസ്കാരം രേഷ്മ. താങ്ക് യു. ഇപ്പൊ രേഷ്മ ഈ ഒരു പരിപാടിയിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകരൊക്കെ രേഷ്മയുടെ പാട്ടായിരിക്കും ഇങ്ങനെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ടിലൂടെ തന്നെ തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. രാജഹംസമേ മഴവിൽ കോടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. എന്ത് സുഖാന്നറിയോ കേട്ടോണ്ടിരിക്കാൻ. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ടാലന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്? ഏത് പ്രായത്തിലായിരുന്നു? അത് ഞാൻ കൊച്ചിലെ എന്താ പറയാ വീട്ടിൽ നിന്ന് ഇങ്ങനെ ടേപ്പ് റെക്കോർഡറൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ അടുത്ത വീട്ടിലിങ്ങനെ പാട്ടൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ അതിന്റെ കൂടെ പാടും. പക്ഷെ അന്നേരം നാക്കൊന്നും നേരെ വ്യക്തമല്ല, അക്ഷരമൊന്നും വ്യക്തമാവില്ല. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് അങ്ങനെ തന്നെ എന്താ പറയാ ഓരോരോ അംഗൻവാടിയിലും 1ാം ക്ലാസ്സിലൊക്കെ ഓരോരോ പ്രോഗ്രാമിനൊക്കെ പങ്കെടുപ്പിക്കും. അങ്ങനെ എനിക്ക് സമ്മാനം കിട്ടും. അങ്ങനെ സബ് ജില്ലയിൽ പോയി. ആദ്യം പോയപ്പോൾ എനിക്ക് 1 പോയിന്റ് കിട്ടിയത്, C ഗ്രേഡും 1 പോയിന്റും. 2ാമത്തെ കൊല്ലം വീണ്ടും ലൈറ്റ് മ്യൂസിക്കിൽ മത്സരിച്ചപ്പോൾ അത് B ഗ്രേഡും 2 പോയിന്റോ 3 പോയിന്റോ അങ്ങനെ എന്തോ ആയി. അപ്പൊ അത് കേട്ടിട്ട് ജഡ്ജസ് വന്നിട്ട്, അതായത് വിനോദ് മാഷ് എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട്, അപ്പൊ എങ്ങനെയെങ്കിലും പാട്ട് പഠിപ്പിക്കണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും നന്നായിട്ട് പാട്ട് പാടും, അമ്മമ്മ ഫാമിലീസിലെല്ലാവരും നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ അവർക്ക് അതെ അതെ അപ്പൊ അച്ഛനും അമ്മയ്ക്കും പണ്ടത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കത് പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു വിഷമം എന്നിൽ കൂടി സാധിക്കാമെന്ന് വിചാരിച്ച് അച്ഛനും അമ്മയും എന്നെ പാട്ട് പഠിപ്പിച്ചു. ഇപ്പോ അതുകൊണ്ട് ഞാന് ഒരു 3ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2ാം ക്ലാസ് എൻ്റെ 3ാം ക്ലാസ് ആദ്യം അങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ എന്റെ ഗുരുനാഥ ശ്രീജ ടീച്ചറാണ്. ശ്രീജ രാജപ്പൻ എന്ന് പറഞ്ഞ ടീച്ചറാണ് എന്റെ ആദ്യമായിട്ട് പഠിപ്പിച്ച ഗുരു. അതിന്റെ ശേഷം എന്താ പറയാ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. അതില് രത്നകുമാർ മാഷ്, അതുപോലെ ഇപ്പോ കോളേജിലാണെങ്കിൽ സവിത ടീച്ചറ്, അതുപോലെ മിനി ടീച്ചർ, സരള ടീച്ചർ, ശ്രീമോൾ ടീച്ചർ, അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ആ ഒരു പാട്ടിലെ താരം, അതിന്റെ കഥകളും ഒക്കെ കേൾക്കാന് എങ്ങനെയായിരുന്നു അനുഭവം? വളരെ നല്ല അനുഭവമായിരുന്നു. കാരണം എന്താ പറയാ നമ്മളിങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാറ്, അതുപോലെ MJ ചന്ദ്രൻ സാറിനെ പോലെ വലിയ സാറിന്റെ മുന്നിൽ പാടാൻ പറ്റി, അതുപോലെ വിജി ചേച്ചി, മൃദുല ചേച്ചി, അവരുടെ ഒക്കെ മുന്നിൽ എനിക്കൊരു പാട്ട് പാടാൻ പറ്റിയത് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വലിയ ഫ്ലോറ്, കുറെ ലൈറ്റ്, എല്ലാവരും നല്ല നല്ല കമന്റ്സ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരുപാട് സിംഗേഴ്സ് ഉണ്ടല്ലോ ഫീൽഡിൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പാടും. ഇപ്പോൾ ഉള്ള എല്ലാവരും നല്ല ടാലന്റഡ് ആണ് എന്നെ പോലെ തന്നെ. അപ്പോൾ എനിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.
ആ ഒരു പാട്ടിലെ എല്ലാവർക്കും വളരെ ഇഷ്ടമായ ആ ഒരു പാട്ട് ഒരു 2 വരിയെങ്കിലും പാടാൻ ഇപ്പോ. തീർച്ചയായിട്ടും. രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം മധുകര മധുര ശ്രുതി ഹൃദയ സരോവരമുണരും രാഗം തൊടുതൊടെ വിടരും പൂവിൻ കവിളിൽ വിടരും രാഗം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ രാഗങ്ങളെ കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു പാട്ടാണ്. അതെ, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മതിയാകുമ്പോ തുടർന്ന് കണ്ടിന്യൂ ചെയ്തല്ലേ. നിർത്തുക അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാമെന്ന് പറയാൻ തോന്നുന്നില്ല. അതെ അതെ അതെ, അതാണ് അവസ്ഥ. അപ്പൊ എവിടെയായിരുന്നു ഷൂട്ടിംഗ് ഉണ്ടായത്? ഷൂട്ട് എറണാകുളത്ത് അരൂര്. അപ്പൊ എറണാകുളത്ത് ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഇത് ഓൺ എയർ ഒക്കെ പോയി. അതിനുശേഷം നാട്ടിലുള്ള ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? സ്വീകരണങ്ങളും കാണാറുണ്ട്. അതെ, നാട്ടിലെ ഒരുപാട് അനുമോദനമൊക്കെ കിട്ടി. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചൊന്നുമില്ല. ഞാൻ ആദ്യം എന്താ പറയാ, എല്ലാവരും ഓഡീഷന് കൊടുക്കുന്ന മാതിരി ഞാനും കൊടുത്തു. അപ്പൊ കിട്ടുന്നൊന്നും പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് ഓഡീഷൻ ഒക്കെ കാണുന്നതാണല്ലോ, അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഞാന് കൊടുത്തു, അവര് വിളിച്ചു, എന്താ പറയാ, പോയി അറ്റൻഡ് ചെയ്തു. ടിവിയിൽ ഇങ്ങനെ വരുമ്പോ ഞാൻ ആരെടുത്തും ഇങ്ങനെ പബ്ലിസിറ്റി അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫേസ്ബുക്കിലൊരു എന്റെ പേജിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇട്ടു, അതുപോലെ വാട്സാപ്പിൽ ഇങ്ങനെ സ്റ്റോറി ഇട്ടു എന്നല്ലാതെ അങ്ങനെ പ്രൊമോഷൻ ചെയ്തില്ല. അപ്പൊ പക്ഷെ യഥാർത്ഥ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മള് നാട്ടുകാർക്കുണ്ട്. അപ്പൊ ഞാന് ശരിക്കും എന്റെ നാട്ടിലൊക്കെ എന്താ പറയാ, ഞാൻ ഇങ്ങനെ പിറ്റേ ദിവസമൊക്കെ ഇറങ്ങുമ്പോ പ്രോഗ്രാം കണ്ടു, ടിവിയിൽ കണ്ടു കിട്ടി അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്നെ ഇത്രയും ആൾക്കാർ കണ്ടു എന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. രേഷ്മയുടെ പാട്ട് ഞാൻ നേരിട്ടും കേട്ടിട്ടുണ്ട്, 1-2 വേദികളിൽ, അമ്പലത്തില് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഇനി മറ്റൊരു കാര്യം വെച്ചാൽ രേഷ്മ ഇപ്പൊ ഈ ഒരു മഴവിൽ മനോരമയുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതുപോലെ മറ്റേതെങ്കിലും റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ഒരുപാട് റിയാലിറ്റി ഷോസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ നിർഭാഗ്യവശാൽ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്താ പറയാ, ഓരോരുത്തർക്ക് ഓരോരോ സമയം ഉണ്ടാവുമല്ലോ, അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നാലും ട്രൈ ചെയ്യും, ഇനിയും എന്താ പറയാ പ്രാക്ടീസ് ചെയ്യും. ഒന്നിൽ കിട്ടിയില്ല എന്ന് വെച്ചാൽ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കും, അങ്ങനെയൊന്നുമില്ല. അല്ല, രേഷ്മയുടെ അനുഭവം തന്നെ അതല്ലേ കാണിക്കുന്നത്. രേഷ്മ ഏറ്റവും ആദ്യം ചെറുപ്പത്തിൽ ഏറ്റവും ആദ്യം ഒരു യുവജനോത്സവത്തിൽ പോയപ്പോ രേഷ്മക്ക് C ഗ്രേഡ്, അതിനുശേഷം B ഗ്രേഡ്, പിന്നെ ഫസ്റ്റ് കിട്ടി 9ാം ക്ലാസ്സിലല്ലേ, 9ാം ക്ലാസ്സിലെങ്ങാനല്ലേ? അതെ, ശാസ്ത്രീയ സംഗീതത്തില് ഫസ്റ്റ് ഗ്രേഡ് ഉണ്ടായിരുന്നു, സംസ്ഥാന തലത്തിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പടിപടിയായി ഉയർന്നു വന്നത്. അതെ, തീർച്ചയായിട്ടും എല്ലാവരും അറിയുന്ന ശ്രദ്ധിക്കുന്ന ഒരു ഗായികയായിട്ട്, അത് ഇത്രയും നല്ല ശബ്ദ മാധുര്യം, അതെ, പലതരത്തിലുള്ള പാട്ടുകൾ രേഷ്മ പാടുമല്ലോ. അതെ, അതായത് ഒരു ലൈറ്റ് മ്യൂസിക് ആയിട്ട്. എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ടുകൾ കൂടുതൽ പാടാനാണ് എനിക്ക് ഇഷ്ടം. കാരണം ഇപ്പൊ മെലഡി സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ ടൈപ്പ് ഓഫ് സോങ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും കുറച്ച് വിഷമമുള്ള ഈ രാമകഥ മാതിരി ഇരിക്കണ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ പാടാനാണ് കൂടുതൽ ഇഷ്ടം. ഫാസ്റ്റ് സോങ്സും പാടും? എല്ലാം പാടും. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോ ഈ ഏതെങ്കിലും ഒരു ട്രൂപ്പിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഞാൻ ഗാനമേളകളിൽ സജീവമാണ്. അപ്പോ നമ്മുടെ പയ്യന്നൂർ ഏരിയയിലുള്ള എല്ലാ ടീമിലും അത്യാവശ്യം ഞാൻ ഗാനമേള ചെയ്യാറുണ്ട്. അപ്പം ആദ്യമായിട്ട് എൻ്റെ ആഗ്രഹം തന്നെ അതായിരുന്നു, അതായത് ഒരു ഓർക്കസ്ട്രയിൽ പാടണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് അവിടെ വരെ എത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നല്ല ടാസ്ക് ആയിരുന്നു. കാരണം ഒത്തിരി ദൂരം സഞ്ചരിക്കണം. ഇവിടുന്ന് ഏകദേശം പയ്യന്നൂർ പോയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്കായിരിക്കുമല്ലോ പ്രോഗ്രാം ഒക്കെ. അപ്പൊ എനിക്ക് അവിടെ വരെ എത്താൻ ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞാൻ നാട്ടില് ഒരു പയ്യന്നൂർ ഏരിയയിൽ ഒരു വലിയ കോമ്പറ്റീഷൻ വന്നിരുന്നു. അപ്പൊ ആ കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പൊ അതിൽ വിന്നറായി. അങ്ങനെ ഞാൻ അതിൽ വിന്നറായി. എൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് എന്നെ ജനേട്ടനാണ് ഓർക്കസ്ട്രയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പാടിയ ഓർക്കസ്ട്ര പയ്യന്നൂർ SS ഓർക്കസ്ട്രയാണ്. അപ്പോൾ SS ഓർക്കസ്ട്രയിൽ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് ശ്രീവിനായകൻ എന്നുള്ള പാട്ടാണ് പാടിയത്. അപ്പോൾ എനിക്ക് നല്ല കമൻസും കാര്യങ്ങളും ഒത്തിരി കൈയടിയൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ടീം മാനേജർ സുബൈർക്ക എനിക്ക് ഒരുപാട് സ്റ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഓരോരോ ഓർക്കസ്ട്രയിലായിട്ട് ഇങ്ങനെ പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങി.
അങ്ങനെ കുറേ ഓർക്കസ്ട്രയിലൊക്കെ ഇപ്പൊ സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ സീസണിൽ കൊച്ചിൻ ഡ്രീം ബീറ്റ്സ് അങ്ങനെ പുറത്തേക്കുള്ള ടീമിലും ഇപ്പൊ അത്യാവശ്യം പരിപാടിയൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴാണ് എപ്പോഴെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു ഒരു ട്രൂപ്പ് അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു ബാൻഡ് തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമോ അങ്ങനെ ഒരു ചിന്തയൊക്കെ മനസ്സിൽ കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാല് ഇത് എന്താ പറയാ, പ്രോഗ്രാം എടുക്കുന്നവർക്ക് ഇതിന്റെ പ്രാധാന്യം അറിയായിരിക്കും. കാരണം ഒരു പ്രോഗ്രാം നമ്മൾ സ്വന്തമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിരിക്കും. ഇൻ കേസ് ഒരു ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ടെൻഷൻ അത് എത്രയാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കും ഈ പറയുന്ന പോലെ നല്ല ബാൻഡ് തുടങ്ങണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം എന്താ പറയാ, സാഹചര്യം കുറച്ച് കുറവാണ്. പക്ഷെ ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ. ഈ ഒരു മലയോര മേഖല ആയതുകൊണ്ട് എന്തെങ്കിലും ആ തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? അതായത് എത്തിപ്പെടാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് നാട്ടുകാരുടെ? നാട്ടുകാർ നല്ല സപ്പോർട്ടാണ്, എന്ത് കാര്യത്തിലും അവര് കൂടെയാണ്. ഇപ്പൊ എന്താ പറയാ, എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, ഞാനിപ്പം മഴവില്ലിൽ പാടിയതിന്റെ ശേഷം തന്നെ അവര് തരുന്ന ഒരു സ്വീകരണം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത വിധത്തിലാണ് അവര് ഓരോ തവണയും എന്നെ മോളെ എന്തുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ച് എല്ലാവരും അടുത്ത് വരും. അപ്പൊ എനിക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ കുറച്ച് സമയം സംസാരിച്ചു, ഇനി ഒരു പാട്ടും കൂടി, ഒരു അടിച്ചുപൊളി പാട്ട് പാടാൻ താല്പര്യം ഉണ്ടോ? അടിച്ചുപൊളിയോ? ഓക്കെ, ഫാസ്റ്റ് അല്ല, എന്നാലും ഞാനൊരു അടിപൊളി പാട്ട് പാടിത്തരാം. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളിയില കര കസവും ഉണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ. കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളിയില കര കസവും ഉണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങിനി വർന്നോട്ടെ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി. അടിപൊളി, ഒരു രക്ഷയില്ല രശ്മിയുടെ ഒരു സൗണ്ട് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം വെച്ചാല്, എങ്ങനെയാണ് ഈ സൗണ്ടിനെ നമ്മൾ എങ്ങനെയാണ്, ശബ്ദത്തിനെ എങ്ങനെയാണ് നിലനിർത്തുന്നത്, നല്ല രീതിയിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഞാനൊരു സത്യം പറയട്ടെ, ആക്ച്വലി ഞാന് എന്താ പറയാ, ഈ ശബ്ദത്തിനെ കെയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. അതായത് ഞാൻ പച്ചവെള്ളം തണുത്ത വെള്ളമൊക്കെ കുടിക്കും, ഐസ്ക്രീം ഒക്കെ തിന്നും. അങ്ങനെ ഫുഡിനോട് അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. ഒന്നും അകറ്റി നിർത്താറില്ല? ഇല്ല, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കും. പിന്നെ വേറെ എന്തെങ്കിലും കൂടുതൽ എക്സസൈസുകൾ ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യും മസ്റ്റായിട്ട്. എന്താ പറയാ, ശ്വാസം എടുക്കാനൊക്കെ, ശ്വാസം കിട്ടാനൊക്കെ കുറച്ചുകൂടെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഓരോരോ വോക്കൽ എക്സസൈസ് ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല, പ്രാക്ടീസ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാല്, ഈ സംഗീത സംബന്ധമായ എന്തെങ്കിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നുവെച്ചാൽ ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരാള് കണ്ടു, അപ്പൊ ഇതില് ചാനലിൽ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ സാഹചര്യങ്ങള്, മറ്റേ ഇങ്ങനെ എന്തെങ്കിലും മൂളിപ്പാട്ട് പാടുമ്പോൾ ആരെങ്കിലും കേട്ടിട്ട് പെട്ടെന്ന് ഒരു അഭിപ്രായം പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും? അതിപ്പോ ഞാനിപ്പോ പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴായാലും ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്. ഇപ്പൊ എല്ലാരും എന്താ പറയാ, അത്യാവശ്യം തിരിച്ചറിയുന്നുണ്ട്. അതായത് പാട്ടുകൾ പാടുന്നുണ്ട്, അല്ലെ പ്രോഗ്രാമിന് കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. പിന്നെ രശ്മിയുടെ മറ്റുള്ള ഹോബീസ് എന്തൊക്കെയാണ്? സംഗീതം അല്ലാതെ എന്തൊക്കെയാണ് ഇഷ്ടമുള്ള? സംഗീതം അല്ലാണ്ട് അതായത് വീട്ടുകാരുടെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ എന്താ പറയാ, ഫ്രണ്ട്സിന്റെ കൂടെ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, നാട്ടിലായാലും എന്താ പുറമെ ആയാലും ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പൊ ഉള്ള ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ എന്താ പറയാ, അതിന്റെ കൂടെ പാട്ട്, പിന്നെ അത്യാവശ്യം ഫുഡ് അടി, പിന്നെ പുറത്തൊക്കെ പോകാനൊക്കെ ഇഷ്ടമാണ്. ഒരുപാട് ദൂരെ ഒന്നും പോകാൻ ഇഷ്ടമല്ല. യാത്ര ഇഷ്ടമാണ്, പക്ഷെ ലോങ് യാത്ര അത് മടുപ്പിക്കാത്ത രീതിയിലുള്ള കുറച്ച് സ്ഥലത്താണെങ്കിൽ ഓക്കെ. അപ്പോ ഒരു പാട്ട് കൂടെ, ഒരു പാട്ടല്ല ഒരുപാട് പാട്ടുകൾ പാടണം എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിമിതിയാണ്. അവസാനമായിട്ട് ഒരു പാട്ട് കൂടെ രശ്മിയോട് നമുക്ക് പാടാൻ പറയാം. തീർച്ചയായിട്ടും. രാമകഥാഗാനലയം മംഗളമിൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാഗേതം പാടുകയായി ഘേരാമായി
കാതരയായി ശാരികയായി സാഗേതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമിൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മളും അതിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് ചേരുവാണ്. താങ്ക് യു. രേഷ്മ പറഞ്ഞതുപോലെ വീട്ടിലൊരു ഗായക സംഘം തന്നെ ഉണ്ട്. അനിയനും ഈ ഒരു മ്യൂസിക് ഫീൽഡിലാണ്. അതെ അതെ അതെ. അനിയൻ നന്നായിട്ട് പാട്ട് പാടും, എന്താ പറയാ, പക്ഷെ സ്റ്റേജിലൊന്നും ആള് ആക്റ്റീവ് അല്ല. പക്ഷെ അവൻ എന്താ പറയാ മിമിക്രി ചെയ്യും, വരയ്ക്കും, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. അതുപോലെ മ്യൂസിക് ചെയ്യും. എൻ്റെ ഫാമിലിയിൽ ആരും അങ്ങനെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒന്നുമില്ല. അതായത് മ്യൂസിക് ചെയ്യാനുള്ള ഇഷ്ടം കൂടുതൽ അവനാണ്. അപ്പോൾ അവൻ മ്യൂസിക് ബേസിക്കലി പഠിച്ചിട്ടില്ല, ഞാനിങ്ങനെ പാടുന്ന കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ ഒരു അല്ലു കാതൽ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അവനായിരുന്നു. അപ്പോൾ അതിപ്പോൾ നമ്മുടെ എറണാകുളം വനിത വിനിത തിയേറ്ററിലാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദിബിൻ ദാസ് എന്ന് പറയുന്ന ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഒരുപാട് കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു സ്കൂൾ ബേസ് അങ്ങനെയുള്ളൊരു ഷോർട്ട് ഫിലിമാണ് അല്ലു കാതൽ. ആർക്കും ഇഷ്ടപ്പെടുന്നൊരു, എനിക്കിഷ്ടപ്പെട്ടു. അതായത് എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, എന്നാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടത്. അനിയന് പ്രൊമോഷൻ അല്ല, പക്ഷെ എന്നാലും അവൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല, കാരണം എൻ്റെ ഒരു ഇതിൽ നിന്ന് ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. വളരെ നന്നായിട്ട് മ്യൂസിക് ചെയ്തിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഞാനൊക്കെ പാട്ട് പാടുമ്പോൾ എന്ത് കറക്ഷൻ ആണെങ്കിലും പറഞ്ഞു തരുന്നത് അവനാണ്. അതായത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ എന്നെ പ്രോഗ്രാമിന് കൊണ്ടുപോകണയാണെങ്കിലും അവനായിരിക്കും. അപ്പം ഞങ്ങൾ പ്രോഗ്രാമിന് പോവാ എന്നതിലുപരി അവിടെ ചെന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുക എന്നുള്ളതിലുപരി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ പാട്ടും പാടിയാണ് പോവാറുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ അവനാണ് കൂടുതലും എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ച് നിൽക്കുക. അങ്ങനെ. ഇപ്പോൾ രേഷ്മക്ക് ഇനിയിപ്പോൾ എന്താണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്? എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കണം, അതുപോലെ നല്ല ഷോസിൽ പങ്കെടുക്കണം, അതുപോലെ നല്ലൊരു പ്ലേബാക്ക് സിംഗർ ആവണം, പിന്നെന്താ പറയാ നല്ല റിയാലിറ്റി ഷോസിലൊക്കെ പറ്റുകയാണെന്ന് വെച്ചാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതൊക്കെ തന്നെയാണ് ആഗ്രഹം. അപ്പോൾ രേഷ്മയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, രേഷ്മയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ ഒരു നമ്മുടെ ഒരു സംസാരം നിർത്താൻ വേണ്ടിയിട്ട് തോന്നുന്നേ ഇല്ല. ഇങ്ങനെ ആ ഒരു സുഖത്തിൽ അങ്ങ് പോവാണ്. പ്രത്യേകിച്ച് വെച്ചാൽ രേഷ്മ അവർ വളരെ സൗമ്യമായിട്ട് സംസാരിക്കാണ്, ചിരിച്ചുകൊണ്ട് സംസാരിക്കാണ്, പാട്ടുകൾ പാടിത്തരാണ്. അപ്പൊ പ്രേക്ഷകർക്കും ഒട്ടും മടുക്കില്ല. ഇത് എത്ര സമയം നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ കൊണ്ടുപോയാലും മടുക്കില്ല. പക്ഷെ നമ്മുടെ ഒരു സമയപരിമിതി മൂലം നമുക്ക് ഇപ്പോ തീർച്ചയായും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു അവസ്ഥയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു തീർച്ചയായും രേഷ്മക്ക് അത്രയും നല്ലൊരു ശബ്ദമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ശബ്ദ മാധുര്യം കൊണ്ട് ഒരുപാട് പ്രേക്ഷകരെ, ഒരുപാട് ശ്രോതാക്കളെ രേഷ്മയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. മാത്രമല്ല രേഷ്മക്ക് ഇനി എന്താണോ രേഷ്മക്ക് ആഗ്രഹം, ഈ സംഗീതം കൊണ്ട് എവിടെയൊക്കെ എത്തിച്ചേരണം എന്ന് രേഷ്മ ആഗ്രഹിക്കുന്നുവോ അത്രയും ഉയരങ്ങളൊക്കെ തന്നെ രേഷ്മയ്ക്ക് കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മള് ഉള്ളിൽ തട്ടിയാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Hari